ഹോംലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ചെറിയ സൺഡേ വ്ലോഗാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് ഇന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അതുകൊണ്ടാണ്. ഇതൊന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ ഇന്ന് മടവൂർ പാറയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് അമ്പലം. നമ്മളിന്ന് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അമ്പലത്തിൽ ഇന്ന് കയറിയില്ല, വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ മടവൂർ പാറയിലെത്തി. ഇവിടെ പോകാൻ ഒരുപാട് ദൂരമൊന്നുമില്ല, നമ്മുടെ ശ്രീകാര്യത്തിൽ നിന്നും 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മടവൂർ പാറയിൽ എത്തിയിട്ട് എൻട്രൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. കാരണം വിചാരിക്കുന്ന പോലെ ഒരു എൻട്രൻസിൻ്റെ ഫീല് കിട്ടിയില്ല. പിന്നെ നമ്മൾ പോയ സമയം കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ അവിടെ ഒരു മുറുക്കാങ്കട ഉണ്ടായിരുന്നു. അവിടെ ഉള്ള ഒരു അമ്മൂമ്മയടുത്ത് ചോദിച്ചപ്പോഴാണ് ഇതാണ് വഴിയെന്ന് പറഞ്ഞു തന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻട്രൻസിൻ്റെ അവിടെ മാത്രം കുറച്ച് സ്റ്റെപ്സ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കയറാൻ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ. ചെറിയൊരു അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ കയറി പോകേണ്ടി വരും. കുട്ടുമണിയും എന്തായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുട്ടുമണിക്കാണെങ്കിലും ഇതുപോലെ കാട്, മല, പുഴ എന്നൊക്കെ പറഞ്ഞാൽ അവന് വലിയ താല്പര്യമൊന്നുമില്ല. കളിക്കാൻ പാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ നല്ല ആക്റ്റീവാണ്. ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് കുറച്ച് നടന്ന് ചെല്ലുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കയറ് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ കാണുന്നത് മടവൂർ പാറയിലെ ഒരു ഭാഗമാണ്. ശരിക്കുള്ള പാറ ആയിട്ടില്ല. നമ്മൾ ഈ കയറിൽ പിടിച്ചാണ് മുകളിലോട്ട് കയറി ചെല്ലേണ്ടത്. ഇവിടെ കയറുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചു വേണം കയറാൻ. കാരണം കുത്തനെയുള്ള പാറയാണ്, എങ്ങാനും സ്ലിപ്പായാൽ വീഴും. അപ്പോൾ നമ്മൾ ഇതിൽ പിടിച്ച് പതുക്കെ മുകളിലോട്ട് കയറി ചെല്ലുവാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ചെറിയ മരം കണ്ടില്ലേ, ഇതിലാണ് ആ കയറ് കെട്ടിയിട്ടുള്ളത്. ഇതിൽ പിടിച്ചാണ് നമ്മൾ കയറി വരേണ്ടത്. നമ്മൾ പോയ സമയത്ത് കുറച്ച് വെയിലായിരുന്നു, അതുകൊണ്ട് കയറാൻ പാടില്ലായിരുന്നു. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ ഇറങ്ങാൻ നല്ല പാടായിരുന്നു, ചെറുതായിട്ട് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബാംബു ബ്രിഡ്ജിൻ്റെ അവിടെയാണ് എത്തുന്നത്. ഏകദേശം 110 മീറ്ററുള്ള ഒരു ബാംബു ബ്രിഡ്ജാണ്. ഇതുവഴി നടക്കാൻ നല്ല രസമായിരുന്നു. 2 സൈഡിലെയും വ്യൂ ഒക്കെ നല്ലതായിരുന്നു കാണാൻ. പല വീഡിയോസിലും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും നേരിട്ട് കണ്ടപ്പോൾ വീഡിയോസിൽ കണ്ടതിനേക്കാളും നല്ലതായിരുന്നു. നല്ല രസമായിരുന്നു ഇതുവഴി നടക്കാനും, നല്ല ഫീലായിരുന്നു. ഈ ബാംബു ബ്രിഡ്ജിൽ കൂടെ നടന്ന് നമ്മൾ നേരെ ചെന്ന് എത്തുന്നതാണ് പാറയുടെ മുകളിൽ. അങ്ങനെ നമ്മൾ പാറയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് അവിടുത്തെ ചെറിയൊരു ഹട്ടാണ്. ഈ ഹട്ടിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഫുൾ വ്യൂ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കടലും ടെക്നോ പാർക്കും ഒത്തിരി പല വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ നല്ല ചൂടുള്ള സമയത്താണ് വന്നത്, എന്നിട്ട് പോലും നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. വലിയ കാറ്റൊന്നും ഇല്ലായിരുന്നു, എന്നാലും നല്ല തണുപ്പായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. നേരത്തെ കാണിച്ച് ബാംബു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അവിടെ ചെറിയൊരു പാർക്കുണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ചിൽഡ്രൻസ് പാർക്കാണ്. വലിയ പാർക്കൊന്നുമല്ല, എന്നാലും സ്ലൈഡും ഊഞ്ഞാലും അങ്ങനെ കുറച്ച് ഒരു അത്യാവശ്യത്തിന് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ്. ഇവിടെ നല്ല രസമായിരുന്നു. നിറച്ച് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഈവനിങ് ഒക്കെ ശരിക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. ട്രിവാൻഡ്രം സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. എന്നാൽ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലം വേണമെങ്കിൽ വന്ന് ഐഡിയൽ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. പിന്നെ കുട്ടുമണിക്ക് കുറച്ച് നേരം ഈ പാർക്കിൽ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അപ്പം മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നതിന് മുമ്പ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ അവിടുത്തെ തന്നെ കുടുംബശ്രീയുടെ ഒരു കഫറ്റീരിയ ഉണ്ടായിരുന്നു, അവിടെയും കയറി. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ഒരു ഗ്ലാസ് ഡോറാണ് അവിടെ ഇട്ടിട്ടുള്ളത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത്. പിന്നെ പതിയെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി.
തിരിച്ച് താഴെ എത്തി. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. കുട്ടുമണി ഫസ്റ്റ് ഒറ്റയ്ക്ക് നടന്നു വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട്, അവന് പിന്നെ എടുത്തുകൊണ്ടാണ് വന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.